നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസയിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങില്ല എന്നും ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡുകൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നതെന്നും അധിനിവേശ സേനയെ തരിപ്പണമാക്കുകയാണെന്നും ഹമാസ് നേതാവ് യഹ്യ സിൻവർ അൽ ജസീറയോട് പറഞ്ഞു. ഒക്ടോബർ 7 മുതലുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി 5000 ഇസ്രായേലി സൈനികരെയും ഓഫീസർമാരെയും കൊലപ്പെടുത്തിയതായും പരിക്കേൽപ്പിച്ചതായും സിൻവർ പറഞ്ഞു. സ്നൈപ്പറുകളും ടാങ്ക് രഹിത മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഫലസ്തീനി പോരാളികൾ ടാങ്കുകൾ ഉൾപ്പെടെ 750 ഇസ്രായേലി വാഹനങ്ങൾ പൂർണ്ണമായും ഭാഗികമായും നശിപ്പിച്ചിട്ടുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സിൻവറിന്റെ പരാമർശം. ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലി ബന്ദികളെ കൈമാറ്റം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ മറ്റൊരു താൽക്കാലിക വെടിനിർത്തലിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രായേലി ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യാതെ ബന്ദി കൈമാറ്റം നടക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലസ്തീനി നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടായിരുന്നു. പ്രത്യേക സൈനിക ഗ്രൂപ്പായ ഗോളാനി ബ്രിഗേഡിനെ 60 ദിവസങ്ങൾക്ക് ശേഷം ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവലിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അനുഗ്രഹം നൽകി യുദ്ധ നടപടികൾക്കായി ഗസയിലേക്ക് അയച്ച സൈനിക ഗ്രൂപ്പായിരുന്നു ഗോലാനി ബ്രിഗേഡ്. സൈനികരുടെ പുനഃസംഘടനത്തിനും വിശ്രമത്തിനുമായി താൽക്കാലിക സമയത്തേക്ക് സൈന്യത്തെ ഗസയിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ശുജയ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യം നേരിട്ട പരാജയവും സൈന്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതുമാണ് സൈന്യത്തെ പിൻവലിക്കുന്നതിന് കാരണമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിനെതിരായ കലാപമാണ്. അത് വിജയിക്കില്ല. അത് എത്രയും വേഗമോ അല്ലെങ്കിൽ പിന്നീടോ അവസാനിക്കും. തീർച്ചയായും ഒരു ദിവസം അവസാനിക്കും. 75 വർഷമായിട്ടും അതിന് സമാധാനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഓർത്തഡോക്സ് ജൂത പണ്ഡിതനായ റബ്ബി എൽഖാനൻ ബെക്കിൻ്റേതാണ് ഈ വാക്കുകൾ. സയനിസ്റ്റ് വിരുദ്ധനായ നെറ്റൂരി കർത്ത എന്ന പ്രസ്ഥാനത്തിന്റെ തലവനാണ് ഇദ്ദേഹം. ഇസ്രായേലാണ് ഇന്ന് ജൂതന്മാർക്കുള്ള ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന് എൽഖാനൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഞാൻ 36 വർഷമായി ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. ഒരു ഇംഗ്ലീഷ് സൈനികൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടുമില്ല. അവരുടെ യൂണിഫോം എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് സുരക്ഷിതത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ജൂതന്മാർ മികച്ച ജീവിതമാണ് നയിക്കുന്നത്. സയണിസം ജൂതവിശ്വാസങ്ങൾക്കെതിരാണ്. സയണിസം എന്ന ആശയത്തിന്റെ ആവിർഭാവം മുതൽ തന്നെ ഓർത്തഡോക്സ് ജൂതന്മാർ ഇസ്രായേലിന്റെ രൂപീകരണത്തിനെതിരായിരുന്നു. എൽഖാനൻ റബക്ക് വ്യക്തമാക്കി പറയാണ്, ദൈവത്തെ അവിശ്വസിച്ചാണ് സയണിസം കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. എന്നാൽ ജൂതായിസം ദൈവവിശ്വാസത്താൽ കെട്ടിപ്പടുത്തിയതാണ്. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ പല രാജ്യങ്ങളും പുതിയതായി വന്നു. അവരെല്ലാം ഇന്ന് സമാധാനത്തിലാണ് കഴിയുന്നത്. ഈ ലോകത്ത് ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത രാജ്യം ഇസ്രായേൽ മാത്രമാണ്. സയനിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നതാണ്. എല്ലാ ജൂതന്മാരെയും കടലിൽ എറിയാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുന്നു. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് സുവർണ്ണ ജീവിതമാണ് ഉള്ളതെന്ന് അല്പം ചരിത്രമറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്ത് പലയിടത്ത് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ നമുക്ക് രക്ഷകരായി. അവർ താമസിക്കുവാൻ ഒരു സുവർണ്ണ ഇടം നൽകി. എൽഖാനൻ ബൈക്ക് ചൂണ്ടിക്കാട്ടി. ഏകദേശം 75ഓളം വർഷമായി അവർ ഫലസ്തീനികളെ കൊല്ലാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നു. മൊറോക്കയിലും ടുണീഷ്യയിലും അൾജീരിയയിലും ഇറാനിലും തുർക്കിയിലും യമനിലുമെല്ലാം ജൂതന്മാരുണ്ട്. അവർ അവിടെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നും ബെക്ക് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ബെക്ക് കുറ്റപ്പെടുത്തി. വംശഹത്യ നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ ജൂതനായി കാണാനാവില്ല. വംശഹത്യയെ ന്യായീകരിക്കുന്നവർ ജൂതനല്ല, നാസിയാണ്. ദൈവത്തിനെതിരെ കലാപം നടത്തുന്നവരുടെ തലവനാണ് നെതന്യാഹു. ഈ യുദ്ധം ഒക്ടോബർ 7 തുടങ്ങിയതല്ല. 1948 മെയ് 15 തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സമാധാനപരമായി ഇല്ലാതാകണമെന്നും ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്നും ബെക്ക് പറഞ്ഞു. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന വിഭാഗമാണ് ഓർത്തഡോക്സ് ജൂതന്മാർ. സയനിസ്റ്റ് വിരുദ്ധരായ നെറ്റൂരി കർത്ത പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലണ്ടനിൽ നടന്ന ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. ഇതിന്റെ നേതാവാണ് എൽഖാനൻ ബെക്ക്. 1938 ജെറുസലേമിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അതേസമയം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ നിയമ നടപടിയുമായി ദക്ഷിണാഫ്രിക്ക രംഗത്ത് വന്നു. 1948 വംശഹത്യ കൺവെൻഷൻ ഉടമ്പടികൾ ഇസ്രായേൽ ലംഘിച്ചു. ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്ന് അന്തർദേശീയ കോടതിയിൽ നൽകിയ പരാതിയിൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ്. അത് ഉടൻ അവസാനിപ്പിക്കുവാൻ ഉത്തരവിടണം. ഫലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കുകയാണ്. ഗസയിലെ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണെന്ന ലക്ഷ്യത്തോടെ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നു. ക്രൂരമായി പീഡനത്തിനിരയാക്കുന്ന ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുവാനുള്ള താൽക്കാലിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ICJ ആവശ്യപ്പെട്ടു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ വേദിയാണ് ലോക കോടതി എന്ന ICJ.
ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുവാൻ കോടതി ഉടൻ നടപടിയെടുക്കണം. അധിനിവേശ ശക്തിയായ ഇസ്രായേലിനോട് ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ആവശ്യപ്പെടണമെന്ന് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം 21,507 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 55,915 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.